എന്ന് പറയാൻ ഞാനെന്ന് പറഞ്ഞൊരു മകൻ ഇല്ലാതെ വരുത്തി തീർക്കാനുള്ള വിവരം കെട്ട ചോദ്യങ്ങളാണ്. പൊതുജനത്തിന് 95% ഉറപ്പാണ് ഇത് ജയൻ്റെ മകൻ തന്നെയാണ്. ഓർമ്മ വെച്ച കാലം തൊട്ട് അമ്മ പറയുന്നത് അച്ഛൻ ജയനാണെന്ന്. അതിനുശേഷമാണ് അച്ഛൻ അമ്മയോടൊരു ഇഷ്ടം തോന്നുകയും അങ്ങനെ ഒരു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും അമ്മ ആദ്യമേ വേറെ വിവാഹം കഴിച്ച് ഇങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ അമ്മ ബേബി മോനെ വിളിക്കുന്നത്. ബേബി മോൻ്റെ സിനിമയ്ക്ക് അതൊരു പ്രശ്നമാവുമെന്ന് വെച്ചുകൊണ്ട് അമ്മ എന്നെ കൊണ്ട് തൽക്കാലം മാറി താമസിക്കും. ഇവൻ മുരളി എന്ന് പറഞ്ഞവൻ കുരങ്ങനാണ്. എൻ്റെ കുരങ്ങ് ലക്ഷണമുണ്ടോ? ഒരു മനുഷ്യ ലക്ഷണമൊക്കെ ഇല്ലേ? അത്യാവശ്യം ഇച്ചിരി വെളുപ്പൊക്കെ ഇല്ലേ? എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങനെ ഒരു പരാമർശമായിട്ട് വന്നേക്കുന്നത്? പരാമർശം അടിസ്ഥാനം ജയന്റെ മകനായതുകൊണ്ടാണ്. നമുക്ക് അച്ഛനെ കാണിച്ചിരുന്ന ആരാ? നമ്മുടെ അമ്മയില്ലേ? ഇല്ലേ? മോക്കും എനിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും എല്ലാ ആളുകൾക്കും അച്ഛനെ കാണിച്ചു കൊടുക്കുന്നത് അമ്മ മാത്രമില്ലേ? അമ്മ സത്യവും അച്ഛൻ അസത്യവും ഇല്ലേ? ഇല്ലേ? അമ്മയ്ക്കല്ലേ അറിയുള്ളൂ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന്. ലോകത്താരെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി സ്വന്തം അമ്മയുടെ കഴുത്തിൽ താലി കെട്ടിയ അമ്മ ചൂണ്ടിച്ച് കാണിച്ചു തന്ന ആ വ്യക്തി അതാരായിക്കോട്ടെ, അയാൾ തന്നെയാണ് തൻ്റെ പിതാവെന്ന് ഉറപ്പിക്കാൻ ഒരു DNA സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ച ഏതെങ്കിലും ഒരു വ്യക്തിയെ ഈ ലോകത്ത് എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? ആരുടെയും ഇല്ല. അമ്മ പറഞ്ഞ ആ വിശ്വാസം ഇത് തന്നെയാണ് എൻ്റെയും വിശ്വാസം. ഈ അമ്മയ്ക്ക് മുമ്പേ പറയായിരുന്നല്ലോ, ഈ ഒരു കാലഘട്ടം ഈ ഒരു കുറച്ച് നാൾ കൊണ്ടിട്ടാണ് മുരളി ഇപ്പൊ ഫ്രണ്ടിലേക്ക് വന്നേക്കുന്നത്. അല്ല, കുഞ്ഞിലെ മുതലേ എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നത്, എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് അമ്മ പറയുന്നത് അച്ഛൻ ജയനാണെന്ന് തന്നെ. ഈ ഓർമ്മ വെച്ച കാലം മുതൽ അപ്പൊ ജയൻ കൂടെ ഉണ്ടായിരുന്നില്ലേ? ഞങ്ങളുടെ അമ്മ 2 വർഷം വരെ ആ വീട്ടിൽ എന്നെ പ്രസവിച്ചതിന് ശേഷം 16 വർഷം അമ്മ ആ വീട്ടിലുണ്ടായിരുന്നു. അതിൽ 8 വർഷം അമ്മ വന്നും പോയി നിന്നു. അവരുടെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് കാലത്ത് അവരെ അമ്മ സഹായിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ ഇവരൊരു സാമ്പത്തിക ഭദ്രതയ്ക്ക്, അതായത് നേവി ഓഫീസിൽ പെറ്റി ഓഫീസറായിട്ട് എറണാകുളത്തേക്ക് സ്ഥലം മാറി വരുമ്പോൾ എൻ്റെ അച്ഛൻ്റെ ശമ്പളം എന്ന് പറയുന്നത് വെറും മാസം 400 രൂപയാണ്. ആ 400 രൂപ പോലും അദ്ദേഹത്തിന് അന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലേക്ക് എൻ്റെ അമ്മയാണ് അവരുടെ. അപ്പോൾ ഒരു ചെറിയ ലെവലിൽ അവരൊന്ന് മാറി, അവിടെ ഒരു പശു കറവ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സാമ്പത്തിക ഭദ്രതയൊക്കെ ചെറുതായിട്ടായപ്പോൾ അമ്മയെ സ്വന്തം മകളെ പോലെ അച്ഛൻ്റെ അമ്മ ഭാരതി അമ്മ അവരെ വീട്ടിൽ വിളിച്ചിരുത്തി ആ നിൽപ്പ് 8 വർഷം നിന്ന് ആ വീട്ടിൽ സ്വന്തം മകളെ പോലെ. അതിനുശേഷമാണ് അച്ഛൻ അമ്മയോടൊരു ഇഷ്ടം തോന്നുകയും അങ്ങനെ ഒരു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും അമ്മ ആദ്യമേ വേറെ വിവാഹം കഴിച്ച് മക്കൾ ഒരു മോനുള്ള ഒരാൾ മരിച്ചുപോയി. ആ രീതിയിൽ സ്വന്തം അമ്മയായ ഭാരതിയമ്മയോട് അനുവാദം വാങ്ങിച്ചതിന് ശേഷം ഞാൻ ജനിക്കുന്നു. അവിടെ തന്നെയാണ് പ്രസവം ശുശ്രൂഷയും മറ്റു കാര്യങ്ങളും നടന്നത്. ഭാരതിയമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അമ്മ. അവിടെ തന്നെയാണ് 2 വയസ്സ് വരെ ഞാൻ വളർന്നത്. ഞാൻ ജനിച്ചതിന് ശേഷമാണ് അച്ഛൻ സിനിമ നടനായി മാറുന്നത്. അതിനുശേഷം ഉണ്ടാകുന്ന ബന്ധുക്കളുടെ ചില സംസാര വിഷയങ്ങൾ എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ. ഒരാളെന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, അവിടെ പിന്നെ ബന്ധുക്കളാണല്ലോ ഭരിക്കുന്നത്. അതുവരെ ഇല്ലാത്ത ബന്ധുക്കൾ വരുന്നു. ബേബി എന്നാണ് വിളിക്കുന്ന അച്ഛൻ്റെ ചെല്ലപ്പേര്. കൃഷ്ണൻ എന്നായിരുന്നാണ് യഥാർത്ഥ പേര്. അപ്പം ബേബി എന്നാണ് എല്ലാ ആൾക്കാരും ഓലക്കടയിൽ വിളിക്കുന്നത്. ബേബി എണ്ണം ബേബി എണ്ണം. അപ്പം ബേബിക്ക് സിനിമയിൽ നല്ലൊരു ഭാവിയുണ്ട്. ആ കാലഘട്ടത്തിൻ്റെ സാഹചര്യം വെച്ചുകൊണ്ട് ഇങ്ങനെ രീതിയിൽ ഒരു കല്യാണം കഴിക്കാത്ത ഒരു കുഞ്ഞും തള്ളയൊക്കെ ഉണ്ട് എന്ന് പത്രവാർത്തയൊക്കെ അറിഞ്ഞാൽ ഈ ബേബിയുടെ സിനിമയെ ഭാവിയെ ബാധിക്കും എന്ന് പറഞ്ഞൊരു ചർച്ചാ വിഷയങ്ങൾ അച്ഛൻ്റെ വീട്ടിൽ ഉണ്ടാവുന്നു. അത് നിരന്തരമാവുന്നു. അത് അമ്മ പലവട്ടം കേൾക്കുന്നു. അവസാനം അമ്മ തീരുമാനം എടുക്കുന്നു, ശരിയാ ഞാനും എൻ്റെ കുഞ്ഞും ഇങ്ങനെ ഉണ്ടെങ്കിൽ അമ്മ ബേബി മോനെ വിളിക്കുന്നത്. ബേബി മോൻ്റെ സിനിമയ്ക്ക് അതൊരു പ്രശ്നമാവുമെന്ന് വെച്ചുകൊണ്ട് അമ്മ എന്നെ കൊണ്ട് തൽക്കാലം മാറി താമസിക്കുന്നു. പിന്നെ എനിക്ക് അമ്മ എന്നെ ആ വീട്ടിലോട്ട് സഹകരിപ്പിച്ചില്ല. കാരണം അച്ഛൻ്റെ വീട്ടുകാർ അത്ര വാക്കല്ലായിരുന്നു. അച്ഛൻ്റെ അമ്മ, അച്ഛൻ്റെ അനിയൻ സോമൻ നായർ അവരൊന്നും അല്ലാതെ മറ്റ് ബന്ധുക്കളൊക്കെ. അപ്പോൾ അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടാവുകയും എന്നെ അമ്മ വിടത്തില്ല. പക്ഷെ അമ്മ ഇടയ്ക്ക് പോയി ഭാരതിയമ്മയെ കാണിക്കും. അവരമ്മ ഭയങ്കര കൂട്ടാം. പക്ഷെ ഞാൻ അന്ന് പോലെ കുഞ്ഞിനെ പോലെ അമ്മ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, പിന്നെ നമ്മുടെ അച്ഛൻ്റെ വീട്ടിലുള്ള അനുഭവങ്ങൾ വെച്ചും ജയൻ്റെ മകനായിട്ട് തന്നെയാണ് അവിടെ വളർന്നു വന്നത്. പിന്നെ എപ്പോൾ ഞാൻ ഈ ജയൻ്റെ മകനായിട്ട് രംഗത്ത് വന്നു എന്ന് ചോദിക്കും അല്ലേ, അതാണ് പൊതുജനങ്ങളുടെ ഇടയിലുള്ള ചില ആളുകളുടെ ചോദ്യം. അതൊരു അറിവില്ലായ്മയായിട്ട് മാത്രം ഞാൻ കാണുന്നുള്ളൂ. കാര്യം അതൊരു അറിവില്ലായ്മയാണ്, വിവരമില്ലായ്മ എന്ന് പറയുന്നില്ല, അറിവില്ലായ്മയാണ്. അല്ലെങ്കിൽ കുറച്ച് വിവരമില്ലായ്മകളുണ്ട്. എന്നെ ഇല്ലാതാക്കാനുള്ള എന്ന് പറയാൻ ഞാനെന്ന് പറഞ്ഞൊരു മകൻ ഇല്ലാതെ വരുത്തി തീർക്കാനുള്ള വിവരം കെട്ട ചോദ്യങ്ങളാണ്. പൊതുജനത്തിന് 95% ഉറപ്പാണ് ഇത് ജയന്റെ മകൻ തന്നെയാണ്. ഒരു ജയൻ കലാ സാംസ്കാരിക വേദിയിലെ കുറച്ച് അംഗങ്ങൾ അവർ മാത്രം ഇത് അല്ലാന്ന് വരുത്തി തീർക്കാൻ പല ശ്രമങ്ങൾ നടന്നുണ്ട്. അച്ഛൻ്റെ കുടുംബവുമായിട്ട് ബന്ധമില്ലാത്ത, അച്ഛൻ ജനിച്ച ജില്ലയിൽ പോലും താമസിച്ചിട്ടില്ല, ജനിച്ചിട്ടില്ലാത്ത കുറേ ആളുകൾക്ക് സാമ്പത്തികം കൊടുത്തോ മദ്യം കൊടുത്തോ അതൊന്നും തെളിവില്ല.
എങ്ങനെയോ ഒക്കെ ഇന്നലെ ഒരു പെണ്ണുമ്പോഴുടെ കരഞ്ഞുകൊണ്ടൊരു കണ്ണുനീരൊലിപ്പിക്കുന്ന ഒരു ഫോട്ടോ വെച്ചിട്ട് കരഞ്ഞുകൊണ്ടൊരു വീഡിയോ. അയ്യോ ഇവൻ മുരളി എന്ന് പറഞ്ഞവൻ കുരങ്ങനാണ്. എൻ്റെ കുരങ്ങ് ലക്ഷണമുണ്ടോ? ഒരു മനുഷ്യ ലക്ഷണമൊക്കെ ഇല്ലേ? അത്യാവശ്യം ഇച്ചിരി വെളുപ്പൊക്കെ ഇല്ലേ? അപ്പം അവനൊരു കുരങ്ങനാണ്. ജയനെന്ന് പറഞ്ഞാൽ ഭയങ്കര സുന്ദരനാണ്. ഇങ്ങനെ ഒരു മകൻ ജീവിതത്തില്ല. പിന്നെ എൻ്റെ അമ്മയെക്കുറിച്ച് അതിനകത്ത് പറഞ്ഞ വേറെ കുറേ വാക്കുകൾ അതിപ്പോൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. വളരെ മോശമായ ആ പറയുന്ന സ്ത്രീ കാശ് വാങ്ങിച്ചോട്ടായിക്കോട്ടെ, എന്തായാലും ആ സ്ത്രീ പറയുന്ന മറ്റൊരു സ്ത്രീയാണ്. ആ സ്ത്രീ പ്രസവിച്ചിട്ടുണ്ട് എന്ന് പോലും ചിന്തിക്കാത്ത സ്ത്രീകൾ. ഇപ്പം ഇതൊക്കെ പല രീതിയിൽ അവർ ഇറക്കുമ്പോൾ നമ്മൾ അതിനുള്ള മറുപടി കൊടുത്ത് തെളിവ് സഹിതം കൊടുത്ത് ഞാൻ തള്ളുമായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഒന്നിനും പോകുന്നില്ല. അവർ പറഞ്ഞോട്ടെ എന്നെനിക്ക്